നമസ്കാരം. മലയാളികളുടെ സ്വന്തം പൊറോട്ടയാണ് ഇന്നത്തെ റെസിപ്പി. വീശി അടിച്ച പൊറോട്ട വീട്ടിലുണ്ടാക്കാൻ അല്പം എക്സ്പീരിയൻസ് ആവശ്യമാണ്. എന്നാൽ വീശി അടിക്കാതെ ലെയറോട് കൂടിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. പൊറോട്ട ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതായത് 450 ഗ്രാം മൈദ. നിങ്ങൾ 1/2 കിലോയുടെ പാക്കറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 50 ഗ്രാം മൈദ എടുത്ത് മാറ്റി വെക്കുക. 50 ഗ്രാം എന്ന് പറയുന്നത് ഏകദേശം 1/2 കപ്പോളം വരും. 1/2 കപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കുറവ്. ഈ മാറ്റി വെക്കുന്ന മൈദ കുഴയ്ക്കുന്ന സമയത്ത് ഡസ്റ്റ് ചെയ്യാനൊക്കെ ആവശ്യം വരും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയും അതുപോലെ തന്നെ ഇത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്നതിനും വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം എപ്പോഴും നോർമൽ ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഒരുപാട് തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കുക. പിന്നീട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിപ്പോൾ ടോട്ടൽ ഇതിൽ ചേർത്തിരിക്കുന്നത് മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് വെള്ളമാണ്. ഇനി ഇത് ഗ്രാംസിൽ പറയുവാണെങ്കിൽ 290 ഗ്രാംസ്. ബ്രെഡ് മേക്കിങ്ങിൽ വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് പെർസെൻറ്റേജിലാണ്. പലതവണ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് 64% ഹൈഡ്രേഷനാണ് പൊറോട്ടയ്ക്ക് ആവശ്യം. അതായത് 100 ഗ്രാം മൈദയ്ക്ക് 64 ഗ്രാം വെള്ളം. ചുരുക്കി പറഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ അല്പം കൂടി വെള്ളം കൂടുതൽ വേണം. ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം ഒരു 2 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത്. പൊറോട്ട മാവ് ഈ പരുവത്തിലായി കഴിയുമ്പോൾ ഇനി ഇത് വൃത്തിയുള്ള ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിന് മുകളിലിട്ട് വേണം കുഴച്ചെടുക്കാൻ. അതിനായി കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായി അല്പം മൈദ ഉപയോഗിച്ച് ഡസ്റ്റ് ചെയ്യുക. ഇനി പൊറോട്ട മാവ് ഇതിന് മുകളിലിട്ട് കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും കുഴച്ചെടുക്കണം. ആദ്യം ഇതുപോലെ റോൾ ചെയ്ത് 1 മിനിറ്റ് നേരം കുഴയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്ന രീതി കുറയും. പിന്നീട് ഇതുപോലെ 2 കൈ ഉപയോഗിച്ച് സ്ട്രെച്ച് ചെയ്ത് നന്നായിട്ട് വലിച്ച് കുഴയ്ക്കുക. ഏതെങ്കിലും കാരണത്താൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ മൈദ ഒട്ടിപ്പിടിച്ച് അല്പനേരം ഇരുന്ന് ഉണങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ മുകളിലിട്ട് വീണ്ടും നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നതിന് കാരണമാവും. അതുകൊണ്ട് ഒരു നൈഫോ മറ്റോ ഉപയോഗിച്ച് അത് ഇളക്കി കളഞ്ഞതിന് ശേഷം അല്പം കൂടി മൈദ വിതറിയിട്ട് അതിന് മുകളിലിട്ട് വീണ്ടും കുഴച്ചെടുക്കുക. ഇങ്ങനെ വലിച്ച് കുഴയ്ക്കുമ്പോഴാണ് സോഫ്റ്റ് ആൻഡ് ചൂയി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടുന്നത്. മുട്ടയും അതുപോലെ തന്നെ ഓയിലും ഒക്കെ ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ പൊറോട്ട കൂടുതൽ സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ തിയററ്റിക്കലി അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം പൊറോട്ടയ്ക്ക് ഒരു സോഫ്റ്റ് ആൻഡ് ചൂയി സ്ട്രക്ചർ കൊടുക്കുന്നത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ട്രോങ് ഗ്ലൂട്ടൻ സ്ട്രക്ചറാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഗോതമ്പ്, ബാർലി അല്ലെങ്കിൽ റവ ഇതിനകത്തൊക്കെ സാധാരണയായി കാണപ്പെടുന്ന 2 പ്രധാന പ്രോട്ടീൻസ് ആണ് ഗ്ലൂട്ടനിൻ ആൻഡ് ഗ്ലയാഡിൻ. ഇത്തരം ധാന്യങ്ങളുടെ പൊടിയിൽ വെള്ളം ചേരുമ്പോൾ ഈ 2 പ്രോട്ടീനുകളും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നു. അതാണ് ഗ്ലൂട്ടൻ. അപ്പോൾ പൊറോട്ട മാവിൽ എണ്ണ പോലുള്ള ഫാറ്റ് കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ 2 പ്രോട്ടീനുകളായ ഗ്ലൂട്ടനിനും ഗ്ലയാഡിനും നല്ല രീതിയിൽ കൂടിച്ചേരാൻ പറ്റാതെ വരികയും അതുമൂലം ആവശ്യത്തിനുള്ള ഗ്ലൂട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഗ്ലൂട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായമാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ 68% വെള്ളം ചേർക്കുമ്പോഴാണ് മാക്സിമം ഗ്ലൂട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും വെള്ളം ചേർത്താൽ പക്ഷേ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുണ്ടാകാവുന്ന സംശയമാണ് ഗ്ലൂട്ടൻ ആരോഗ്യത്തിന് നല്ലതോ ചീത്തയോ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ രോഗമായ സീലിയാക് ഡിസീസ് ഉള്ളവർ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അല്ലാത്തവർക്ക് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് പഠനങ്ങളിലൊന്നും കണ്ടെത്തിയിട്ടില്ല. മറ്റൊരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത് മൈദ ആരോഗ്യത്തിന് ഹാനികരമോ അല്ലയോ. അതിനുള്ള ഉത്തരം മൈദ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. വീറ്റിൻ്റെ ബ്രാൻ അഥവാ തവിട് പോലുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് വരുന്നതാണ് മൈദ. അതുകൊണ്ട് അതിലൊട്ടും തന്നെ വൈറ്റമിൻസും മിനറൽസും ഉണ്ടാവില്ല. പകരം കാർബോഹൈഡ്രേറ്റ്സ് മാത്രമായിരിക്കും മൈദ. 10 മുതൽ 13% വരെ പ്രോട്ടീൻസും ഉണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യം, ഗോതമ്പ് പൊടിയുടെ 83% മൈദയുടെ കണ്ടന്റ് തന്നെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ഭക്ഷണവും ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാനിത് 15 മിനിറ്റ് നേരം കുഴച്ചു. ഇതിപ്പോൾ നല്ലതുപോലെ സോഫ്റ്റും നല്ലൊരു എലാസ്റ്റിക് സ്വഭാവമുള്ളതുമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം എടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കണം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ജനാലയുടെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ വെളിച്ചം വരുന്ന ഭാഗത്തേക്കോ തിരിക്കുക. ഞാനിതിവിടെ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ മുകളിലാണ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മുറിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ ലൈറ്റ് നന്നായിട്ട് കാണുകയും വേണം. ഇതാണ് ഗ്ലൂട്ടൻ വിൻഡോ അല്ലെങ്കിൽ വിൻഡോ പെയിൻ ടെസ്റ്റ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ പരുവത്തിനായിരിക്കണം പൊറോട്ട മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്.
ഇനി ഒരു പാത്രത്തിൽ അല്പം നെയ്യും അല്പം റിഫൈൻഡ് വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്തെടുക്കുക. രണ്ടും പകുതി പകുതി വെച്ച് എടുക്കുക. നെയ്യില്ലെങ്കിൽ അല്പം ബട്ടർ ഉരുക്കി എടുത്താലും മതി. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ എണ്ണ മാത്രമായാലും മതി. നെയ്യോ ബട്ടറോ ഉപയോഗിക്കുവാണെങ്കിൽ പൊറോട്ട കുറേ കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതുപോലൊരു ബൗളെടുത്ത് അതിൻ്റെ അടിയിൽ അല്പം നെയ്യ് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത പൊറോട്ട മാവ് ഇതിലേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ അല്പം നെയ്യ് തടവുക. പൊറോട്ട മാവ് ഡ്രൈ ആയി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നെയ്യ് തടവുന്നത്. ഇനി ഇത് നനവുള്ള ഒരു തുണി കൊണ്ട് മൂടിയിടണം. നനവുള്ളത് എന്ന് പറയുമ്പോൾ വെള്ളം ഇറ്റ് വീഴുന്നതായിരിക്കരുത്, ഒന്ന് പിഴിഞ്ഞെടുത്തതായിരിക്കണം. ഇനി ഇതൊരു അടപ്പ് കൊണ്ട് മൂടിയ ശേഷം കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും മാറ്റി വെക്കുക. 2 മണിക്കൂർ നേരം വെച്ചാൽ വളരെ നല്ലത്. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് കാണാം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കിച്ചൺ കൗണ്ടർ ടോപ്പ് വീണ്ടും നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ അല്പം നെയ്യ് തൂക്കുക. ഇനി പൊറോട്ട മാവ് ഇതിന് മുകളിൽ വെച്ച ശേഷം 2ആയിട്ട് മുറിക്കുക. ഇനി ഇതിൽ നിന്ന് ഒരു പകുതി കയ്യിലെടുത്ത് മറ്റേ കൈ കൊണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് പ്രസ് ചെയ്ത് കയറ്റി ബോളുകൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ കുഴച്ച മാവ് കൊണ്ട് ഇതുപോലെ 8 ബോളുകൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇത് ഡ്രൈ ആകാതിരിക്കാനായിട്ട് നെയ്യ് തൂത്ത ശേഷം വീണ്ടും നനഞ്ഞ തുണി കൊണ്ട് മൂടിയിടുക. പൊറോട്ട മാവ് കുഴച്ചെടുത്ത ശേഷം പൊറോട്ട ചുടുന്നത് വരെയുള്ള ഓരോ സ്റ്റേജിലും ഇത് ഡ്രൈ ആവാതെ സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൂടിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഓരോ ബോൾ ഉണ്ടാക്കിയ ശേഷവും എണ്ണ തടവിയിട്ട് നനഞ്ഞ തുണിയുടെ അടിയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഇത് കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും അനക്കാതെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം ഇത് അല്പനേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തി നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. അതിനായി കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് നെയ്യ് പുരട്ടുക. ഇനി നേരത്തെ ഉരുട്ടി വെച്ച പൊറോട്ട ബോളുകൾ ഓരോന്നായി എടുത്ത് നന്നായിട്ട് നെയ്യ് പുരട്ടിയ ശേഷം കൈകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. അധികം ബലം കൊടുത്ത് പരത്തേണ്ട കാര്യമില്ല, വളരെ കുറച്ച് പ്രഷർ കൊടുത്ത് പരത്തിയെടുത്താൽ മതി. എണ്ണയോ നെയ്യോ നല്ല രീതിയിൽ ഉപയോഗിച്ച് തന്നെ വേണം പരത്തിയെടുക്കാൻ. അതിലൊരു കാരണവശാലും പിശുക്ക് കാണിക്കരുത്. അങ്ങനെ ചെയ്താൽ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടില്ല. പരമാവധി കനം കുറച്ച് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ. ഇതിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നെയ്യ് പുരട്ടുക. നെയ്യ് എന്ന് മുമ്പ് പറഞ്ഞതെല്ലാം നെയ്യും എണ്ണയും കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്തെടുത്തതാണ്. നെയ്യ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് അല്പം മൈദ വിതറി കൊടുക്കണം. അതിനുശേഷം അത് കൈകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത നല്ല ലെയറുകളോടുകൂടിയ പൊറോട്ട കിട്ടുന്നതിനാണ് ഇങ്ങനെ നെയ്യും മൈദയും പുരട്ടുന്നത്. ഇനി ഇത് റോൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 മെത്തേഡാണ് കാണിക്കുന്നത്. അതിലാദ്യത്തേത് ഒരു നൈഫ് ഉപയോഗിച്ച് ഇത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം റോൾ ചെയ്തെടുക്കുന്നതാണ്. ഏകദേശം 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് വീതി കുറച്ച് കട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പൊറോട്ട പരത്തി ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയ ശേഷം 2 സൈഡിൽ നിന്നും ഇതുപോലെ ഇളക്കിയെടുത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. ഇനി ഇത് കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് വലിച്ച ശേഷം ഇതൊരു റോളായിട്ട് ചുരുട്ടിയെടുക്കണം. വേണമെങ്കിൽ ഇത് കയ്യിലെടുത്തിട്ട് വേണേലും ചുരുട്ടിയെടുക്കാം. ഇതിങ്ങനെ ചുറ്റി വരുമ്പോൾ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ അടിയിൽ സെൻട്രൽ ഭാഗത്തേക്ക് വെച്ചിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് അകത്തേക്ക് തള്ളി വെക്കുക. അല്ലെങ്കിൽ ഇത് പരത്തുമ്പോൾ അഴിഞ്ഞു പോകും. നമുക്ക് കാണാം ഇതിൻ്റെ ലെയേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നെയ്യ് പുരട്ടിയ ശേഷം ഒരു നനഞ്ഞ തുണിയുടെ അടിയിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. ഈ മെത്തേഡും ആദ്യത്തെ മെത്തേഡ് പോലെ തന്നെ പരത്തുക. ഒരു ചെറിയ വ്യത്യാസമുള്ളത് ഇതൊരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെയ്യ് തൂക്കുക. അതിനുശേഷം മൈദ ഉപയോഗിച്ച് ഡസ്റ്റ് ചെയ്യുക. ഇനി ഒരു നൈഫ് ഉപയോഗിച്ച് ഇത് നടുവേ മുറിക്കുക. ഇത് മുഴുവനായിട്ട് മുറിക്കരുത്, ഇതുപോലെ ഇവിടം വരെ മാത്രം മുറിക്കുക. ഇനി ഇതൊരു സൈഡിൽ നിന്നും പതിയെ പൊക്കിയെടുക്കുക.
പൊക്കിയെടുക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വലിച്ചു വേണം പൊക്കിയെടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ വലിഞ്ഞ് സ്ട്രെച്ചായിട്ട് കിട്ടും നമുക്ക്. ഇനി ഇത് നേരത്തെ പോലെ തന്നെ റോൾ ചെയ്തെടുത്ത ശേഷം അവസാന ഭാഗം അടിയിൽ സെൻട്രൽ ഭാഗത്തേക്ക് വെച്ച് പ്രസ് ചെയ്യുക. ഇതുപോലെ 8 ബോളുകൾ ഉണ്ടാക്കി നെയ്യ് പുരട്ടിയ ശേഷം നനഞ്ഞ തുണിയുടെ അടിയിൽ സൂക്ഷിക്കുക. കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റിന് ശേഷം കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വീണ്ടും നന്നായിട്ട് നെയ്യ് പുരട്ടുക. ഇനി നമ്മൾ ആദ്യം റോൾ ചെയ്ത് വെച്ച റോള് ആദ്യം എടുക്കണം, അവസാനം റോൾ ചെയ്തത് അവസാനം എടുക്കുക. അപ്പോൾ അവസാനം ചെയ്ത് വെച്ചതിനൊക്കെ കൂടുതൽ റെസ്റ്റിംഗ് ടൈം കിട്ടും. ഇനി ഇത് കൈകൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. ഇത് ചപ്പാത്തി പോലെ തീരെ കനം കുറച്ച് പരത്തരുത്, അല്പം കട്ടിയോടുകൂടി വേണം പരത്തിയെടുക്കാൻ. കനം കുറച്ച് നമ്മളിത് പരത്തി കഴിഞ്ഞാൽ ഇത് കൗണ്ടർ ടോപ്പിൽ നിന്നും ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ലെയേഴ്സ് എല്ലാം വിട്ടുപോകും. ഇനി ഇത് ഇവിടുന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ട് ചൂടാക്കിയ പാനിലേക്കിട്ട് ചുട്ടെടുക്കുക. ആദ്യം ഇതിൻ്റെ അടിവശം പാനിൽ മുട്ടുന്ന രീതിയിൽ ഇടുന്നതായിരിക്കും നല്ലത്. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇതുപോലെ മുകളിലെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് നെയ്യ് പുരട്ടിയ ശേഷം മറിച്ചിടുക. മറിച്ചിട്ട ശേഷം ഈ സൈഡിലും നന്നായിട്ട് നെയ്യ് പുരട്ടുക. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, നന്നായിട്ട് നെയ്യോ എണ്ണയോ പുരട്ടിയാൽ മാത്രമേ അത് സോഫ്റ്റായിട്ട് വരികയുള്ളൂ. അല്പസമയത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി മറിച്ചിടുക. ഇങ്ങനെ ഓരോ സൈഡും കുറഞ്ഞത് 3 പ്രാവശ്യം വേവിക്കുക. ഓരോ സൈഡും ആദ്യം വേവിക്കുമ്പോൾ കൂടുതൽ സമയം വേവിക്കുക. അതിനുശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ വേവിക്കുമ്പോൾ സമയം കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ 3-4 പൊറോട്ട ഉണ്ടാക്കിയ ശേഷം അത് ഒന്നിച്ചു വെച്ച് കൈകൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ലെയേഴ്സൊക്കെ സെപ്പറേറ്റ് ആയി വരുന്നത്. ചുട്ടെടുക്കുന്ന പൊറോട്ട ചൂട് പോവാതെ പ്രത്യേകം അടച്ചു സൂക്ഷിക്കുക. എന്നാൽ മാത്രമേ അത് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ലെയേഴ്സൊക്കെ സെപ്പറേറ്റ് ആയി വരികയുള്ളൂ. ഞാനിവിടെ 3 പൊറോട്ട റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ അടുക്കി വെച്ച ശേഷം 2 കൈ കൊണ്ടും സൈഡിൽ നിന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ലെയേഴ്സൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ലെയറോട് കൂടിയ പൊറോട്ട ഉണ്ടാക്കുന്നതിനായിട്ട് 4 പ്രധാന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1. കൃത്യമായ വെള്ളത്തിൻ്റെ അളവ്. 2. നല്ല രീതിയിലുള്ള കുഴച്ചെടുക്കൽ. 3. ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുന്നത്. 4. നല്ല രീതിയിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇതിൽ ആദ്യത്തെ രീതിയിൽ, അതായത് പരത്തിയ മാവ് ചെറിയ പീസുകളായി കട്ട് ചെയ്ത ശേഷം പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ക്രിസ്പി ആയിട്ടുള്ളതും കൂടുതൽ ലെയറുകളോട് കൂടിയതുമായിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. എന്നാൽ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും കിട്ടും. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.